വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ച് നമ്മളൊരു 2 കാർഡ് എടുത്ത് വെക്കുകയാണ്. ഷഫിൾ ചെയ്തിട്ട് കാർഡ്സ് റിവീൽ ചെയ്ത് നോക്കാം. ഏസ് ഓഫ് സോർട്സ് ആൻഡ് ദ ഡെവിൽ കാർഡാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പുതിയ ഓഫറാകാം, അല്ലെങ്കിൽ ജോലിയുടെ എന്തെങ്കിലും സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകാം, ഫിനാൻഷ്യൽ അബണ്ടൻസ് ആകാം. എന്താണെങ്കിലും യൂണിവേഴ്സായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണത്. എന്താണെങ്കിലും നിങ്ങൾ അതിനൊരു തയ്യാറെടുപ്പിലാണെങ്കിൽ അതിൽ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലതരം ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരിക്കാം. നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ അതിൽ പോകണം, അല്ലെങ്കിൽ അത് എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പലതരം ത്തിലുള്ള പ്രലോഭനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ എയിം എന്താണോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സജഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന് പുതിയ പുതിയ അഭിപ്രായങ്ങളുണ്ടാകാം. അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാടുണ്ടാകുകയും മാനിപ്പുലേഷൻസ് ഉണ്ടാകുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അതൊരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓഫർ അത് എന്ത് തന്നെ ആയാലും, അത് റിലേഷൻഷിപ്പിലാകാം, ബിസിനസ്സിലാകാം, എന്തിലുമാകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുന്നതാകാം. എന്താണെങ്കിലും അതിൽ നിങ്ങളുടെ എയിം വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ ഇത് കാണുന്നു അപ്പോൾ മുതലാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് റെസണേറ്റ് ആകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.